ഭൂതം നങ്ങേലീമരന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കത്തോണ്ടുപോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? പിന്നെന്താ, പറഞ്ഞു തരാലോ. ഭൂതന് വരാൻ ഇനിയും സമയമുണ്ട്. അതിന് മുമ്പ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി ഭൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ കൊണ്ടിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാണ്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയം പിന്നെന്താ, ഞാൻ കേട്ടോളൂ. ത്തെ മാളിക വീട്ടിലെന്നാറ്റു നോക്കിത്തൊരു നേതിറന്നു പൊന്നിക്കരയിലെ കിങ്ങിനെ കൊണ്ടുകൊണ്ടുണ്ണിക്കു താഴെ പുറത്തെടുക്കും. പാപ്പ കൊടുക്കും, പാലു കൊടുക്കും, പാവ കൊടുക്കും, നേരി കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് ആട്ടുകൾ പാടി മാല തമ്പിരി മാമനെ കാട്ടി മാമൻ കൊടുക്കും. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാലും പേരടിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ട് തങ്ക കട്ടിരി പട്ടുതിരിച്ചിട്ട് മുകളെ പൂണ്ടുള കത്തിയുറച്ചിട്ട് ചുമയുന്നേരി. ഉണ്ണിക്കേഴും വയസ്സു കഴിഞ്ഞു കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു പള്ളി കൂടത്തി പോയി പഠിക്കാൻ തുള്ളി കൗതുകമേറി കഴിഞ്ഞു. ദിവസവും പണിയൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോകുന്നത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭൂമിയുള്ള കുട്ടി. ഭൂതം അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോ. അതെന്ത് ചെയ്യുന്നോ? അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, വണ്ടോടിൻ വഴിയിലെ നീലക്കല്ലോലകളെ മാതളി തൂവെള്ളി ചെറുമുള്ള പൂന്തണലിൽ ചെറുകാത്ത തിരിണയും നെടുകാതെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങനെയോ ചോട്ടിലും ഉളിനെയും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിലാഞ്ഞ കളവു. എഴുത്താണി ഇരുമ്പല്ലേ? അതങ്ങനെ പറഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ നോട്ടപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. കതിര് പൊങ്ങി വിയവങ്കണത്തിലെ കാകൾ പൊങ്ങി എഴുതുവാൻ പോയ
കിടാവു വന്നില്ല എവിടെ പോയി നങ്ങേരി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ മുങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ നീട്ടി കഴിക്കൂ പരവീനല്ല നീളമേ നിശ്ചലം നിന്നുപോയി കുന്നിൻ ചരിവിലെ കൂത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൂമരച്ചോട്ടി ഇരുന്ന് പൂരം പഴം പോലുള്ളുന്നിലുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ പൂരിത ദുഃഖമേ ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു? പേടിച്ച് ചോദിക്കാൻ ഈ ഭൂതം പേടിച്ചങ്ങനെ കാറ്റിൻ ചുഴലിയാൽ ചെന്നു ഭൂതം കുത്തി കണക്കം കൊടുന്നാളമ്മ കാറ്റുതീയാലിട്ടു ചെന്നു ഭൂതം കണ്ണീരൊക്കെ എടുത്താളമ്മ അലിയായി കുതിയായി ചെന്നു ഭൂതം കരിവന്റെ കുഞ്ഞിലെ പൊന്നും മണികളും കിളി കെട്ടി തന്നില്ല പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ മണി നോക്കാതെ അമ്മ കണ്ണുകൾ ചൂടെടുത്തു പുലരിച്ചന്താമര പോലവേ പൂലത്തിൽ തിരുമുമ്പിലർപ്പിച്ചു തൊടുകുറച്ചു ഇതിലും വലിയതാണെന്റെ അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണിക്കുന്നുണ്ടോ? ഭൂതം വേറൊരു വിദ്യ എടുത്തു. ഒരു പറിച്ചു ഭൂതം ചേലൊരു മന്ത്രം ജരിച്ചു ഭൂതം മറ്റൊരു നിർമ്മിച്ചു ഭൂതം മാപ്പോടടുക്കേ നോടി ഭൂതം അമ്മയെ ഒരുക്കി തുമ്മ കൊടുത്തി അഞ്ചില പൂതമിതെന്നു കയത്താൾ താവം കൊണ്ടു വിളക്കേ കൊടിയോ ശാപത്തിന്നവൾ കൈകളുത്താൾ അതല്ലേ കേൾക്കണ്ടേ? പതിച്ചു അമ്മേ നിങ്ങളുടെ കന്തലത്തും ഞാനിനി വേറെ മറച്ചു പിടിക്കേ എന്നുടെ നേരെ ഓവറിലേ നിന്നുടെ കണ്ണുകൾ മുൻകടിക്കാൻ നിന്നുടെ കുഞ്ഞിരു തന്നെ നോക്കൂ തൊഴു വിളച്ചേ നിന്നു പോകും തൊട്ടു മടങ്ങിയ
സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാതെ ഉന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞിട്ട് അങ്ങനെ നിന്നു. അവയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകള കൊയ്ത്തു കഴിഞ്ഞി കണ്ടമുണങ്ങി കാലം കളമതിപടി കളമതിയൂട്ടം പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങുകൾ തോറും പൊന്നും നീ പുതുകൾ ചേർക്കാൻ ഞങ്ങളെ വീട്ടിനു മംഗളമേ ഞങ്ങൾ കണ്ടിര സൗഖ്യമുദിക്കാം മറഞ്ഞിട്ടാണ്ടോളാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാൽ എല്ലാവരും ഉന്നെ അന്വേഷിച്ച് വരണതാ ഭൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങോട്ട് ചെല്ലാം. ആയാലും ഭൂതായാലും അമ്മയുടെ മനസ്സുണ്ട്. അത് അവന് ഇപ്പൊ മനസ്സിലാവുന്നു.